കൊല്ലം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഡോക്ടർ എൻ പ്രതാപ് കുമാറാണ് ഇന്ന് ജനം ടിവിക്കൊപ്പം ചേരുന്നത്. നമ്മുടെ റിപ്പോർട്ടർ മനോജ് ഒപ്പമുണ്ട്. മനോജ്, പറയൂ, എന്താണ് ഇന്ന് സ്ഥാനാർത്ഥിയുടെ പ്രചാരണ തിരക്ക്? ഒരു പ്രചാരണത്തിനൊക്കെ കൊഴുപ്പേകുന്ന നിമിഷമാണ്. എന്താണ് അദ്ദേഹത്തിന് പങ്കുവയ്ക്കാനുള്ളത്? രാവിലെ തന്നെ കൊല്ലം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുടെ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് ഗൃഹസമ്പർക്കമാണ്. അതായത് രാവിലെ മുതൽ തന്നെ ഈ കൊല്ലം മണ്ഡലത്തിലുള്ള വീടുകളിലേക്ക് എത്തുകയാണ് സ്ഥാനാർത്ഥി. എന്തായാലും ഇത്തവണ ഒരു ഹൃദ്രോഗ വിദഗ്ധനെയാണ് NDA മുന്നോട്ട് വെക്കുന്നത്. അതായത് കൊല്ലം മണ്ഡലത്തിൽ NDA ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. അത് ജനങ്ങളുടെ ഒരു ആഗ്രഹം കൂടെയാണ്. എന്തായാലും ആ ആഗ്രഹം ഇത്തവണ സാധ്യമാക്കണമല്ലോ. ബേസിക്കലി ഒരു മാറാൻ വേണ്ടി തന്നെയാണ് ആൾക്കാർ. നമ്മൾ ഈ പോകുന്ന സമയത്തെല്ലാം കാണുന്നത് ഒരു മാറ്റം വേണമെന്ന് അവർ തന്നെ അനിവാര്യമാണ് എന്നൊരു രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ ഒരിക്കലും റെസ്പോൺസ് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് വിചാരിച്ച സ്ഥലങ്ങളിൽ പോലും ശരിക്കും വരൂ, ഞാൻ ഡോക്ടർക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഇപ്രാവശ്യം BJPക്കാണ് ഞങ്ങളുടെ വോട്ടെന്ന് പറയാൻ അവർക്ക് യാതൊരു വിഷമവും ഇല്ല. അതൊരു ഉണ്ടാവണം എന്ന മാറ്റം വേണ്ടേ എന്നാണ് ഇന്നലെ ഒരാൾ എൻ്റെ അടുത്ത് വൈകുന്നേരം ചോദിച്ചത്. ഇനി നമുക്ക് മാറ്റം വേണ്ടേ? അപ്പോൾ മാറാൻ തയ്യാറാണ്. രാവിലെ തന്നെ പ്രചാരണം തുടങ്ങും. എത്ര മണിയാകുമ്പം? നമ്മൾ സാധാരണ ഇതിലൊരു 6 മണി 6:30 6:45 ആകുമ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ടൊന്ന് ചുമ്മാ അതൊരു ചർച്ച പോലെ ഇരുന്നിട്ട് കൃത്യം 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. അതിനെ ഒരു അരമണിക്കൂർ മുമ്പേ ആക്കണമെന്നാണ്. പക്ഷേ നമ്മൾ പലരും ഇപ്പോഴും മലയാളിയുടെ സ്വഭാവം എഴുന്നേക്കാൻ അല്പം താമസം. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു പണ്ട്. ഇപ്പം നേരത്തെ കൃത്യമായി എഴുന്നേക്കുന്നുണ്ട്. കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ആ ഒരു വേഗത കൂട്ടണം. പക്ഷേ ഈ 11 മണി കഴിയുമ്പോഴത്തേക്കും നല്ല ചൂടായതുകൊണ്ടേ നമുക്കെല്ലാവർക്കും അത് ആരോഗ്യപരമായ ലക്ഷണങ്ങളിൽ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് നേരത്തെ തുടങ്ങി ഒരു 11 o'clock വരെ ആക്റ്റീവായി കഴിഞ്ഞാൽ എളുപ്പമാണ്. ശരിക്കും പറഞ്ഞാൽ ആരോഗ്യപരമായ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ 11 മുതൽ 3 വരെ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞ് വീണ്ടും രാത്രി 9-9:30 വരെയാണ് പ്രവർത്തനം തുടരുന്നത്. എന്തായാലും കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം MLAയുടെ ഒരു അസാന്നിധ്യമാണ് ആദ്യം ചർച്ചയാവുന്നത്. അതായത് ജനങ്ങൾ പറയാണ്, ഞങ്ങൾക്ക് MLA കാണാനായത് ആ ഇലക്ഷൻ സമയത്താണ്, അതിനുശേഷം അങ്ങനെ കാണാൻ കിട്ടാറില്ല എന്നുള്ളതാണ്. അതായത് ഈ ഇലക്ഷൻ നടക്കുമ്പോൾ പോലും MLA മണ്ഡലത്തിലില്ല. അത് നമ്മൾ MLA എന്ന് പറയുന്നത് എന്താണ് MLA ചെയ്യേണ്ടതെന്ന് പുള്ളിക്ക് വ്യക്തമായിട്ട് അറിയില്ല. നമ്മൾ ആരെപ്പറ്റിയും ആക്ഷേപം പറയുക അല്ല നമ്മുടെ ഉദ്ദേശം. നമ്മൾ ഇതുവരെ NDA ഭരിച്ച സ്ഥലങ്ങളിലായാലും NDA നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിലായാലും പൊതുവേ അതേത് സംസ്ഥാനമായിക്കോട്ടെ, ഈവൻ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പോലും മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ NDA ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരെ പുറത്താക്കുക പാടാണ്. കാരണം വികസനം അവരപ്പോഴാണ് കാണുന്നത്. നമ്മളിപ്പോഴും നമ്മുടെ നാട്ടിൽ അത് വരാത്തത് കൊണ്ടാണ് പലപ്പോഴും ചെറിയ ഒരു ആശങ്ക ബാക്കി നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് BJP ഒരിക്കൽ ഇവിടെ ഭരണത്തിലെത്തിയാൽ പിന്നെ വേറെ ഒരു പാർട്ടിക്കും എത്തിപ്പോലും ചേരാൻ പറ്റത്തില്ല. കാരണം അവരെവിടെ എത്തിയിട്ടുണ്ടോ അവർ പിന്നെ തരംഗമാണ്. ആ തരംഗം എന്ന് പറയുന്നത് അവരോടുള്ള അഭിനിവേശത്തെക്കാളും വികസനം കണ്ട് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുണ്ടല്ലോ വല്ലാത്തൊരവസ്ഥ. ഇപ്പം നമ്മൾ ഗുജറാത്ത് ആയിക്കോട്ടെ, മഹാരാഷ്ട്ര ആയിക്കോട്ടെ, ഏത് സംസ്ഥാനത്തിൽ ചെന്നാലും ഇന്ത്യയിൽ ഒരിക്കൽ ഈ NDA ഭരിക്കാൻ വന്നാൽ പിന്നെ നമുക്ക് അവർ മതി എന്ന തീരുമാനത്തിലെത്തുന്നത് കഴിഞ്ഞ 10-15 കൊല്ലങ്ങളിലുണ്ടാവുന്ന അല്ലെങ്കിൽ അവർ കാണാത്തതായ വികസനവും കാര്യങ്ങളും ആ സംസ്ഥാനത്തിലെത്തും എന്നുള്ളതാണ്. തീർച്ചയായും ആതുര സേവന രംഗത്തെ ദീർഘകാലത്തെ ഒരു പ്രവൃത്തി പരിചയം, ആ ഒരു എക്സ്പീരിയൻസ്, അതോടൊപ്പം തന്നെ സമാജ സേവനം, അതായത് സേവാഭാരതി പോലുള്ള പ്രസ്ഥാനങ്ങളിലൂടെ സമാജ സേവനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് സാമൂഹികപരമായി തന്നെ ഇത്തരം കാര്യങ്ങളിൽ സജീവമായി നിൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ആ ഒരു മേഖലയിൽ നിന്നും ഇപ്പോൾ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ എന്ത് തോന്നുന്നു? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ആൾക്കാർ ചോദിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് സാമൂഹ്യ പ്രവർത്തനം എന്നുള്ളത് അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന പ്രൊഫഷനിൽ ഏറ്റവും എന്തുകൊണ്ടാണ് ഉദാത്തമായ സേവനം ഒരു ഡോക്ടറിൻ്റെതാണ്, അല്ലെങ്കിൽ നിങ്ങളാണ് നോബൽ പ്രൊഫഷൻ എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പം നോബൽ പ്രൊഫഷൻ കൈകാര്യം ചെയ്ത ഒരാളിന് രാഷ്ട്രീയ പ്രവർത്തനം കൈകാര്യം ചെയ്യാനോ ഒരു സാമാജികനാവാനോ എളുപ്പമാവോ ഇല്ലേ എന്ന് സംശയം ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. അപ്പം നമ്മളെപ്പോഴും പറയും ഏറ്റവും നല്ല പ്രവർത്തനം, ഏറ്റവും നോബിളായിട്ടുള്ള പ്രൊഫഷൻ ഡോക്ടറാണെന്ന് എല്ലാവരും പറയാറുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ആ നോബിലിറ്റി പൊളിറ്റിക്സിലും അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളിൽ എത്താനും ഉപയോഗിച്ചാൽ കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ മറക്കാൻ പാടില്ല. അപ്പം നമ്മൾ ആ നൊബിലിറ്റിയെ തന്നെ എത്തിക്കണം ഇവിടെ. അപ്പം നോബിളായ പ്രൊഫഷൻ കൈകാര്യം ചെയ്തൊരാളിന് എളുപ്പമാണ്. കഴിഞ്ഞ 29 കൊല്ലങ്ങളായിട്ട് ഹൃദ്രോഗ വിദഗ്ധനായിട്ട് പല സ്ഥലങ്ങളിൽ, കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും, ഈവൻ ഇന്ത്യക്ക് പുറത്തു പോലും ചില രാജ്യങ്ങളിൽ ഞാൻ
കാർഡിയോളജി പ്രവർത്തനം നടത്തിയ സ്ഥിതിക്ക് എനിക്ക് ഇതൊരു ചലഞ്ചായിട്ട് തോന്നുന്നില്ല. ഇതൊരു ഈസി ജോബാണ്. പക്ഷേ മെറ്റിക്കുലസ് ആയിട്ട് ചെയ്ത് ശീലമില്ലാത്ത ആൾക്കാർ ചെയ്തതുകൊണ്ട് മാത്രമാണ് അത് ജനങ്ങൾക്ക് ഗുണപ്രദമായി എത്താത്തതെന്നാണ് ഞാൻ വ്യക്തമായിട്ട് അറിയാവുന്നത്. തീർച്ചയായും ഈ പ്രചരണ തിരക്കുകൾക്കിടയിലും ഈ ആതുര സേവന രംഗത്ത്, അതായത് നിർണായകമായ ഘട്ടത്തിൽ ഇടപെടേണ്ടി വന്നിട്ടുണ്ടല്ലോ. അതിന് നമുക്ക് യാതൊരു വിഷമവുമില്ല. ഇപ്പം ഞാൻ മെനങ്ങാന്ന് രാത്രിയിൽ നമ്മുടെ തന്നെ ഒരു കൊല്ലത്തൊരു വലിയ പ്രധാനപ്പെട്ട VIP, പേരൊന്നും പറയുന്നില്ല, അദ്ദേഹം ഒരു അത്യാസന്ന മരണനിലയിലെത്തിയപ്പോൾ സമയത്ത് ഞാൻ രാത്രി 1 മണിക്ക് പോയി 3:30 വരെ ആശുപത്രിയിലായിരുന്നു. അതായത് മെനങ്ങാന്ന് ആ 3:30 ചെയ്തിട്ട് ഞാൻ 7 മണിയായപ്പോൾ വീണ്ടും നമ്മൾ പ്ലാൻ ചെയ്ത ഷെഡ്യൂളിൽ ഒരു മാറ്റവും വരുത്താതെ പ്രവർത്തനം ചെയ്യാൻ തയ്യാറായി. അത് ഇതൊരു നമ്മൾ അഡീഷണൽ വർക്കാണ്. അപ്പോൾ ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും പറയത്തില്ലേ, നരേന്ദ്രമോദി ആകെ 3 or 4 മണിക്കൂർ ഉറങ്ങുന്നത്. അങ്ങനെ ഉറങ്ങിയ ഒരാൾ 15+18 27 വർഷം നമുക്ക് മാതൃകയായി നിന്നിട്ട് നമുക്കൊരു 4 മണിക്കൂറല്ല, നമ്മൾ 5 ഉറങ്ങിയാൽ പോലും തീർക്കാവുന്ന ജോലി മാത്രമേ ഉള്ളൂ MLA + ഡോക്ടർ. തീർച്ചയായും ഈ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പല മണ്ഡലങ്ങളിലും, അതായത് കൊല്ലം മണ്ഡലത്തിൽ തന്നെ ഈ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയ ഇപ്പോൾ ആശുപത്രികൾ, ഗവൺമെൻറ് ആശുപത്രികൾ ഇല്ല എന്നുള്ളതാണ്. അതായത് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ തന്നെ മോർച്ചറിയിൽ ഉൾപ്പെടെ പരിമിതികളുണ്ട് എന്നുള്ളതാണ്. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗം, ചില വിഭാഗങ്ങളുണ്ട്. ചികിത്സയ്ക്ക് പോലും നമ്മളൊരു രോഗിയെ വിട്ട് കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് അടുത്ത ആശുപത്രിയിലേക്ക് തള്ളുക. അടുത്ത ആശുപത്രി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, പാരിപ്പള്ളിയിൽ നിന്നും പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് തള്ളുക. ഒരിക്കലും ചികിത്സ പൂർണ്ണമായി ജനങ്ങളിലെത്തുന്ന ഒരവസ്ഥ ഇതുവരെ ക്രിയേറ്റ് ചെയ്യാൻ കൊല്ലത്തിന് പറ്റിയിട്ടില്ല. കൊല്ലം ഒരു നല്ല ആശുപത്രി കണ്ടിട്ടില്ല. കാണാത്തതിന് കാരണം നമ്മൾ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ അതിന് വ്യക്തമായ ധാരണയോടെ കാണാത്തത് കൊണ്ടാണ്. അപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ഈവന് ജില്ലാ ആശുപത്രി നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. അത് എന്താണ് ഒരു ആശുപത്രി ചെയ്യേണ്ടത് എന്ന് വ്യക്തമായ ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അത് നടക്കാതെ പോകുന്നത്. അതിന് മാറ്റം ഉണ്ടാക്കാൻ ഉറപ്പായിട്ടും എനിക്ക് പറ്റും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും അതോടൊപ്പം തന്നെ വ്യാവസായിക രംഗം, അതായത് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം കയർ വ്യവസായം, അതോടൊപ്പം തന്നെ കശുവണ്ടി വ്യവസായം, അങ്ങനെ ഒരുപാട് പരമ്പരാഗതമായിട്ടുള്ള വ്യവസായം നിലനിന്നിരുന്ന ഒരു നാടാണ്. പക്ഷേ അതിൻ്റെ ഒരു തകർച്ച നമ്മൾ തന്നെ കാണേണ്ടി വന്നു എന്നുള്ളതാണ്. ഒരു സ്ഥാനാർത്ഥി പറയും, ഞങ്ങൾ മറ്റേ സ്ഥാനാർത്ഥി MLA ആയിരുന്നപ്പോൾ 140 കശുവണ്ടി ഫാക്ടറികൾ പൂട്ടി, ഞങ്ങൾ ഭരിച്ചപ്പോൾ 25 പൂട്ടിയുള്ളൂ. അവരതാ പറയുന്നത്. 142 പൂട്ടിയപ്പോൾ ഞങ്ങൾ 25. ഒരാൾ പറയും 25 അവൻ പൂട്ടിയപ്പോൾ എൻ്റെ സമയത്ത് 5 കൊല്ലത്തിൽ 32 പൂട്ടിയുള്ളൂ. അവർ പൂട്ടിയ കാര്യം അവർ ഉറപ്പിക്കുന്നുണ്ട്. ഇതെങ്ങനെ പൂട്ടി? 2 പേര് മത്സരിച്ച് പൂട്ടുകയാണ്. ഒരു ഫാക്ടറി തുറക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഫാക്ടറികൾ തുറക്കേണ്ടത് ആവശ്യമാണ് എന്ന ബോധം എത്തുന്നില്ല. നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ MLA ആയി നമ്മൾ ആദ്യം ചെയ്യുന്നത് അടഞ്ഞു കിടക്കുന്ന ഒരു 2-3 ഫാക്ടറികൾ സ്വയംഭരണ സംവിധാനത്തോടെ തൊഴിലാളികളുടെ പങ്കാളിത്തത്തോടെ തുറന്ന് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. ഇവർ പറയുന്ന ഈ വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ ഞാൻ നാളെ രാവിലെ 3 പുതിയ കശുവണ്ടി ഫാക്ടറി കെട്ടുകയല്ല. അടഞ്ഞു കിടക്കുന്ന ഫാക്ടറിയെ ലീസിനെടുത്ത് 5 മുതൽ 7 കൊല്ലത്തേക്ക് ലീസിനെടുത്തിട്ട് അവർക്കും, അതായത് മുതലാളിക്കും ഗുണമുണ്ടാവുന്ന രീതിയിൽ നമ്മളൊരു തൊഴിലാളി പങ്കെടുക്കുന്ന ഒരു തൊഴിൽ പദ്ധതി നടപ്പിലാക്കിയാൽ ഇവിടുത്തെ തൊഴിലാളിക്ക് പോലും ലാഭം കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടാവുക. അതിൽ നഷ്ടമുണ്ടാവുന്നെങ്കിൽ അത് സബ്സിഡിയായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായി ഇടപെട്ട് അവരെ സഹായിക്കുകയും ചെയ്യുക. കർഷകരെയും അല്ലെങ്കിൽ കാർഷിക കാര്യങ്ങളെയും മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാരാണ് NDA സർക്കാർ. അതുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവർ പറയുന്ന എനിക്ക് ഈ വാചാല പ്രസംഗങ്ങൾ ഞങ്ങൾ 1, 2, 3, 4, 10 പറഞ്ഞാൽ 10 ചെയ്തിരിക്കും. അങ്ങനെയാവണം. നമ്മൾ എല്ലാ പ്ലാനുകളും വികസനത്തിൻ്റെ വഴിയിലാണ്. പിന്നെ നമുക്ക് ഈ മുകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പ്ലാനുകളും താഴെ എത്താൻ പോലെ ബ്ലോക്ക് ചെയ്യും. അഥവാ ഇവിടെ എത്തിയാൽ പോലും അത് ഞങ്ങൾ ചെയ്തെന്ന് പറയുന്നതാണ് ആവേശം. കാരണം ഈ കേന്ദ്ര പദ്ധതികൾ കൊല്ലം ജില്ലയിൽ നടപ്പിലാക്കുന്നത് ആയുഷ്മാൻ ഭാരത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 60% കോൺട്രിബ്യൂഷൻ സെൻട്രൽ ഗവൺമെൻറ്, 40% സ്റ്റേറ്റ് ഗവൺമെൻറ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇതിൻ്റെ എംപാനൽ ചെയ്തിട്ട് ചികിത്സ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഏത് ആശുപത്രി എടുത്ത് നോക്കിയാലും 4 കോടി 3 കോടി ബ്ലോക്ക് ആകുമ്പം അവർ നിർത്തും. അത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ അതിൻ്റെ ഗുണമെത്തിക്കുക,
അതേപോലെ തന്നെ സ്വകാര്യ ആശുപത്രി ചികിത്സയ്ക്ക് ഈ സൗകര്യം എത്തിച്ചാൽ എല്ലാവർക്കും ചികിത്സ എന്നുള്ളതാണ്. നമുക്കൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മാത്രം ചികിത്സയിൽ എത്തിക്കുന്നെങ്കിൽ ഇന്ത്യയിൽ 70% ചികിത്സ ഇന്നും എത്തുന്നത് സ്വകാര്യ സ്ഥാപനങ്ങൾ വഴിയാണ്. അപ്പോൾ അവരെയും കൂടെ ശരിക്കും പറഞ്ഞാൽ അവരെയും കൂടെ നമ്മളെ കൂടെ നിർത്തിയിട്ട് വേണം ഇത് ചെയ്യാൻ. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു സർക്കാർ സംവിധാനത്തിന് അതിൻ്റേതായ കുറവുകളും കുഴപ്പങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാവർക്കും, നേതാവിന് നല്ല ഹോസ്പിറ്റലിൽ ചികിത്സ കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കും. അപ്പം നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാവർക്കും ഗുണം കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രകടന പരിപാടികൾ ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യ സംവിധാനം പോലും നന്നായിട്ട് എത്തിക്കാൻ പറ്റും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അത് ശരിക്കും പറഞ്ഞാൽ വ്യക്തമായ കാഴ്ചപ്പാടുകളില്ലാത്തതുകൊണ്ടാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ പോലെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഒരു MLA വന്നാൽ പിന്നെ ഈ കൊല്ലം മണ്ഡലം വേറൊരു സ്ഥാനാർത്ഥിക്ക് ചാൻസ് ഉണ്ടാവില്ല. അതായത് NDA സ്ഥാനാർത്ഥിയായിരിക്കും എന്നും ജയിക്കുന്നതെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. വ്യാവസായിക രംഗം, ആരോഗ്യരംഗം, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ടൂറിസം. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതിനെ സംരക്ഷിച്ചുകൊണ്ട് ടൂറിസം രംഗത്ത് വലിയ ഒരു നേട്ടം കൈവരിക്കാൻ കഴിയുമായിരുന്നു. ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ആലപ്പുഴയാണ് ഒരു ബാക്ക് വാട്ടേഴ്സിൻ്റെ ഒരു ദേശമായിട്ട് പറയുന്നത്. ഞാൻ പലപ്പോഴും എൻ്റെ നാടും ബാക്ക് വാട്ടേഴ്സിന് പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ തന്നെ ഇപ്പോൾ 2 താജിൻ്റെ വരുന്നുണ്ട്, നമ്മുടെ റാവിസ് ഉണ്ട്, അങ്ങനെയുള്ള 2-3 5 സ്റ്റാർ ഹോട്ടലുകൾ എത്തുന്നു. മറ്റുള്ള ചെറുകിട ഹോട്ടലുകൾ പോലും നന്നായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇത് വരുന്ന സമയത്ത് നമുക്ക് എന്താ പറ്റുമെന്ന് വെച്ചാൽ, ടൂറിസം വന്നു കഴിഞ്ഞാൽ ഹോട്ടൽ ഇൻഡസ്ട്രി നന്നാവും, മറ്റുള്ള വസ്തുക്കളുടെ വില കൂടും, നമുക്ക് അവിടെയൊക്കെ ജീവിത സൗകര്യങ്ങൾ കൂടും. നമ്മൾ നോക്കി ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം കൂടും. മാൽദീവ്സ് പോലത്തെ ഒരു ചെറിയ രാജ്യത്ത് ടൂറിസം എന്നൊരൊറ്റ കാര്യം കൊണ്ടാണ് ജീവിക്കുന്നത്. നമുക്ക് സ്വയംഭരണം അല്ലെങ്കിൽ സ്വയം നമുക്ക് തന്നെ പൈസ കണ്ടെത്താൻ പറ്റുന്ന രീതിയിൽ ടൂറിസത്തെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വ്യക്തമായി ആൾക്കാരെ കണ്ടെത്തി മറ്റുള്ളവർ കൂടെ നമ്മളെല്ലാം ഞാൻ പറയുന്നത് ജനപങ്കാളിത്തം ഉറപ്പാക്കി വേണം ഇത് ചെയ്യാൻ. ഒരു വ്യവസായം നശിപ്പിക്കുന്നതിന് എളുപ്പമാണ്, നമുക്ക് എളുപ്പമാണ് ഒരു ദിവസം കൊണ്ട് ഒറ്റയാക്കി നശിപ്പിക്കാം. ഒരു ദിവസം പരീക്ഷ എഴുതാൻ പോയിരുന്നാൽ തന്നെ ഒന്ന് തോറ്റു പോകുമല്ലോ. പക്ഷേ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ 9 മുതൽ 10 മാസം എടുക്കണം. നാശത്തിലേക്കല്ല നമ്മുടെ യാത്ര. നമ്മൾക്ക് കൃത്യമായ പ്ലാനുകളിലൂടെ ഇത് ടൂറിസം നിർബന്ധമായിട്ടും കൊല്ലത്തിൻ്റെ ഒരു മണി മേക്കിംഗ് ബിസിനസ്. അതുപോലെ തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെല്ലാ ഈ ട്രോളിങ് സമയത്ത് 6000-7000 രൂപ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കും. ഇത് എപ്പോഴെന്നറിയോ? ഇലക്ഷൻ സമയത്ത് അവർ ഒന്ന് പ്രഖ്യാപിച്ചിട്ട് ഒരു പ്രാവശ്യം കൊടുത്ത് വോട്ട് വാങ്ങിക്കും. മലയാളിയുടെ ഒരു കുഴപ്പം, നമ്മുടെ എല്ലാവരുടെയും കുഴപ്പമെന്ന് വെച്ചാൽ കിട്ടുന്ന സാധനം അപ്പം വാങ്ങിച്ചിട്ടേ പെട്ടെന്നത് മറന്നു പോകും. അപ്പോൾ ഈ വാങ്ങിക്കുന്ന സമയത്ത് നമ്മളങ്ങ് വോട്ട് ചെയ്യും. പക്ഷേ ആക്ച്വലി അത് കഴിഞ്ഞിട്ട് ലോങ് ടേം നമുക്കുണ്ടോ എന്ന് നോക്കുന്നത് മലയാളിയുടെ വിവേചന ബുദ്ധിയിൽ പലപ്പോഴും വരാറില്ല. അതുകൊണ്ടാണ് ഇവന്മാർ ഒരു പ്രാവശ്യം തന്നോളൂ എന്ന് പറയാറില്ല. ഇപ്പം നമ്മൾ ആശുപത്രിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വരും, സാറേ അതൊന്ന് ഒപ്പിട്ട് തന്നാൽ 15 കൊല്ലം കഴിഞ്ഞ് ബൈപ്പാസിന് ഞങ്ങൾക്ക് ഇപ്പോൾ 10,000 രൂപ കിട്ടും. എന്തിനാണ് ഈ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ 4 വോട്ട് സ്വായത്തമാക്കാനാണ്. ആരുടെ പൈസ? എൻ്റെ നിങ്ങളുടെ നികുതി പണം വാങ്ങിച്ചത്. ഇത് നമ്മൾ ബോധപൂർവം മനസ്സിലാക്കി അതിന് ഒരു വ്യക്തമായ ധാരണ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തായാലും കൊല്ലത്തിൻ്റെ സമഗ്ര മേഖലകളിലും മാറ്റം വരണം എന്നുള്ളത് തന്നെയാണ്. അത് ഇത്തവണ NDA സ്ഥാനാർത്ഥിയിലൂടെ അത് നടപ്പിലാകും. എന്നിലൂടെ നടപ്പാക്കുക മാത്രമല്ല, ഞാനും ഇനിയും ഉണ്ടാകാവുന്ന എല്ലാ BJP സ്ഥാനാർത്ഥികളും ഒരിക്കൽ നമ്മളെ തന്നാൽ നിങ്ങൾക്ക് മാറ്റം കാണാം. 70 കൊല്ലം കണ്ടില്ലല്ലോ, നിങ്ങളൊന്ന് തന്ന് നോക്ക്. അല്ലെങ്കിൽ നമ്മളെ സുരേഷ് ഗോപി എന്നെ എടുക്കുമെന്ന് പറഞ്ഞ കണക്കല്ല. നമ്മൾ ഇത് ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വികസനം നമുക്ക് 5 കൊല്ലം, നിങ്ങൾ ഇത്രയും കാലം സഹിച്ചില്ലേ, ഒരു 5 കൊല്ലം നമുക്ക് തരൂ. അപ്പോൾ നമ്മൾ മാറ്റം ഉണ്ടാക്കിത്തരാം. തീർച്ചയായും എന്തായാലും കൊല്ലത്തെ മാറ്റം തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞത്. എല്ലാ മേഖലയിലും മാറേണ്ടതുണ്ട്. ആ മാറ്റത്തിനായാണ് ഇത്തവണ ജനവിധി തേടുന്നത്.